ഇതാണ് ഐഫോൺ 16. അപ്പോൾ ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ കവറും ഇത് കാര്യങ്ങളും ഇട്ട്. ഇതാണ് ഐഫോൺ 16. ഇതാണ് ഐഫോൺ 16. ഈ ഡിസ്പ്ലേ ആണ് കിട്ടിയത്. 256 GB-യുടേതാണ്. ഇതിൻ്റെ റേറ്റ് 99,000 ആണ്. കാരണം 256 GB ആയതുകൊണ്ട് 128 ആണെങ്കിൽ ഇതിന് റേറ്റ് കുറയും. ക്യാമറയൊക്കെ സൂപ്പറാണ്. ഫസ്റ്റ് ടൈമാണ് ഐഫോൺ 16 വാങ്ങിക്കുന്നത്. ഇത് 16+ ആണ് ആക്ച്വലി. ഇച്ചിരി സൈസ് കൂടുതലാണ്. 6.7 വരും. കൂടെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചു ബാർഗെയിൻ ചെയ്തിട്ട്. ചാർജർ, പിന്നെ ഇതിന് ടെമ്പർ ഗ്ലാസ്, പിന്നെ ബാക്ക് കേസ്. ഇതൊക്കെ ശരി കടയിൽ ചെന്നിട്ട് എനിക്ക് ബാർഗെയിൻ ചെയ്ത് കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എക്സ്ട്രാ ആണ്. ഐഫോൺ മാത്രമേ നമുക്ക് ശരിക്കും ഈ പ്രൈസിൽ കിട്ടൂ. പക്ഷേ ഓഫറിൻ്റെ കൊണ്ടും ദീപാവലി ഓഫർ കൊണ്ട് എനിക്ക് ഇതേ റേറ്റിൽ ഇത് രണ്ടും കിട്ടി. ഐഫോൺ ബോക്സിൽ നമുക്ക് കിട്ടുന്ന ഈ കേബിളും ഐഫോൺ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർജറും ബാക്കി കവറൊക്കെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. എക്സ്ട്രാ അതിൻ്റെ ഓഫറിൽ ഇതേ റേറ്റ് തന്നെ കിട്ടി. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഐഫോൺ 16-ൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്കിതിൽ തന്നെ വായിക്കാൻ പറ്റും. ഇതിൻ്റെ വേർഷൻ 18.11 ആണ്. പിന്നെ ഇത് 256 GB സ്പേസാണ്. ഇത് നിങ്ങൾ അറിയുന്ന പോലെ ഐഫോൺ അലൂമിനിയം ഷീൽഡാണ്. പിന്നെ സെറാമിക് ഫ്രണ്ടാണുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. ഇത് 16+ ആയതുകൊണ്ട് സ്വല്പം കുറച്ച് വലുതാണ്. 6.7 ഇഞ്ച് 17 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളമുള്ളത്. വെയിറ്റ് ഒരു 200 ഗ്രാം 190 ആ റേഞ്ചിലാണ് ഈ വെയിറ്റ് ഉള്ളത്. ഓക്കെ, കുറച്ച് വിഡ്ത്തും ഉണ്ട്. ഡിസ്പ്ലേ OLED ഡിസ്പ്ലേ തന്നെയാണ്. ചിപ്പ് എന്ന് പറയുന്നത് A18 ചിപ്പാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ഏറ്റവും വലിയ ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഒരു ക്യാമറ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ക്യാമറ ബട്ടൺ അമർത്താം. അപ്പോൾ കാണാം, ഇപ്പോൾ ഇത്രയും ക്ലിയറാണ് ഇതുള്ളത്. ഇത് ചുമ്മാ ഒരു ക്യാമറ മാത്രമല്ല, നമുക്കിവിടെ സൂം ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഇങ്ങോട്ടും നീക്കിയാൽ നമുക്ക് സൂം ഇന്നോ സൂം ഔട്ടൊക്കെ ചെയ്യാം. ആണ് സൂം ഇന്ന് ആണ്, അതുമ്പോൾ സൂം ഇന്ന് സൂം ഔട്ട്. ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. ക്യാമറ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം 4K ഉണ്ട്, 1080 പിക്സലുണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പും നമുക്ക് ഇത് ചെയ്യാം. എന്ത് ക്ലിയർ ക്യാമറയാണ്. ഇത് ഫീച്ചേഴ്സിൻ്റെ ഉണ്ടായത് ഇതിൽ സിനിമാറ്റിക് മോഡുണ്ട്. നമുക്കതിൽ നല്ല ക്ലിയറായിട്ട് വിഷ്വലായി കിട്ടും. പിന്നെ ഇതിൽ ടൈം ലാപ്സ് എല്ലാവിധ ഇത് സംഭവമുണ്ട്. വീഡിയോ ഉണ്ട്. ഇതിൻ്റെ മറ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ആപ്പിൾ ഇൻ്റലിജൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആപ്പിൾ AI 18 പ്രോസസ്സറാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ നമുക്ക് തിരിയും ഏത് ഫോട്ടോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു എടുക്കാൻ പോകുന്ന ഫോട്ടോൻ്റെ ഒരു നല്ലൊരു വേർഷൻ നമുക്ക് എടുത്തരും. ഇതിപ്പോൾ ഫാനിൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. ഇതാണ് ഐഫോണിന് കിട്ടുന്ന ചാർജർ. ഇതിൻ്റെ അപ്പുറം നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. ഇത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ വാങ്ങിക്കണം. ഇത് C-പിൻ ടൈപ്പാണ്. രണ്ട് സൈഡും C-പിന്നാണ്. കേട്ടോ, രണ്ട് സൈഡും ഒരേ ലെങ്ത്തുള്ള C-പിൻ. ഇത്
ഇത് വോളിയം അപ്പ്, വോളിയം ഡൗൺ, ശബ്ദം കൂട്ടും കുറക്കുകയും ചെയ്യാം. ഇത് ഈ സൈഡിലത്. അപ്പോൾ ഈ ബട്ടണാണ് നമ്മുടെ സ്ക്രീനിൽ ലോക്ക് അൺലോക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതേ ബട്ടൺ തന്നെയാണ് നമ്മൾ ഓണും ഓഫും റീസ്റ്റാർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് പുതിയ ഫീച്ചർ ഐഫോൺ 16 വന്ന ക്യാമറ സൂം ഇൻ സൂം ഔട്ടും ക്യാമറ പെട്ടെന്ന് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നമർത്തിയാൽ മതി ക്യാമറ വരും. പിന്നെ ഇവിടെയാണ് നമ്മുടെ ചാർജറൊക്കെ ഉള്ള സ്ലോട്ടാണ്, ചാർജർ സ്ലോട്ട്. ഓക്കെ. പിന്നെ ഈ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈലൻറ്റ് മോഡിലേക്കും റിംഗ് മോഡിലൊക്കെ ജസ്റ്റ് അമർത്തി പിടിച്ചാൽ സൈലൻറ്റ് മോഡ്, റിംഗ് മോഡ്. 48 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറയാണത്. ഫ്രണ്ട് 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണുള്ളത്. അൾട്രാ മെറൈൻ ആ കളറാണുള്ളത്. പിങ്ക്, അങ്ങനത്തെ 2-3 ഡിസൈൻസ് ഉണ്ട്. ഇതിൽ ഫേസ് ഐ ഡി ഉണ്ട് സെക്യൂരിറ്റി ആയിട്ട്. ഇപ്പം ഞാനത് ആക്കിയിട്ടില്ല. ഇത് മറ്റേതൊക്കെ നമ്മൾ സാധാരണ ഐഫോണിൽ കാണുന്ന സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെയാണ്. നല്ല സ്പീഡും ഫാസ്റ്റാണ് ഉപയോഗിക്കാനുള്ള. ബാറ്ററി ഇത് ലിത്തിയോൺ അയോൺ ബാറ്ററിയാണിത്. ഇത് ശരിക്കും പിന്നെ വീഡിയോ ഒരു 27 hours വരെ പ്ലേ ചെയ്യാമെന്നാണ് ഇത് പറയുന്നത്. അത്രയും നേരം ചാർജ് നിൽക്കും. പിന്നെ ഇതിൻ്റെ 2 സിമ്മ് നമുക്കിടാം, മൈക്രോ സിംസ്. ഇതാണ് ഐഫോൺ 16 കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഞാനിപ്പോൾ ഒരു മാസമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഹാപ്പി തന്നെയാണ്. കാരണം ഇതിൽ നല്ല ഫാസ്റ്റാണ്, നല്ല സ്റ്റാൻഡേർഡാണ്. ക്യാമറ ഒന്നും പിന്നെ പറയാനില്ല. ഞാൻ സാധാരണ ആൻഡ്രോയിഡ് യൂസാണ് ചെയ്യാറ്, ഇതിനു മുമ്പ് സാംസങ്ങും മറ്റൊക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് ഐഫോൺ. അപ്പോൾ ഈ തുടക്കത്തിൽ ഒരു 1 വീക്ക് കുറച്ച് യൂസബിലിറ്റീൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറച്ചൊരു ശീലമായിട്ട് വരണ്ടേ ഇതിൻ്റെ യൂസ് ചെയ്യാൻ. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം നല്ല പെർഫെക്റ്റാണ്. എനിക്കിതിൻ്റെ ക്യാമറയും വീഡിയോ ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നല്ല പെർഫെക്റ്റ് ക്ലിയർ തന്നെയാണ്. പിന്നെ മറ്റെല്ലാ ഇതും ഫാസ്റ്റാണ്. 16 ഇച്ചിരി സൈസ് വലുതാണെന്നേ ഉള്ളൂ, പക്ഷേ പെർഫെക്റ്റ് തന്നെയാണുള്ളത്. അതുകൊണ്ട് നല്ല തന്നെയാണ്. എനിക്കിതുവരെ കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് തരാം. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ.